2010 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലും നേമത്തും 1 ഡസൻ വീതം കൗൺസിലർമാരുണ്ടായി നോക്ക്. പക്ഷെ അസംബ്ലി വന്നപ്പോൾ വട്ടിയൂർക്കാവിൽ ഞാൻ മത്സരിച്ചു. ഇവിടെ പകരം ചാഞ്ചാടുന്നൊരു പാർട്ടി നമ്മുടെ കൂടെ വന്നപ്പോൾ അവർക്ക് സീറ്റ് കൊടുത്ത് അന്ന് മുതൽ നമ്മുടെ കഷ്ടകാലം തുടങ്ങി. ഒന്നാമത് കണ്ടാ തിരിച്ചറിയാത്ത ചിഹ്നം. അന്ന് പിന്നെ ഇതെങ്കിലും ഉണ്ടായിരുന്നു, ടെലിവിഷൻ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അമ്പ് കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, കല്യാണ വീട്ടിലേക്കും മരണ വീട്ടിലേക്കും പോകുന്നൊരു ഏരോ ഇതാണോ ചിഹ്നം എന്ന് ചോദിച്ചു. അവരിപ്പോൾ റാന്തലുമായിട്ട് അവിടെ വന്നു. അവരുടെ സ്ഥിതി അതോ ഗതിയാണ്. ഒറ്റ ആൾ പോലും മിക്കവാറും നിയമസഭയിൽ ഉണ്ടാവില്ല. അവിടെ പോലും രക്ഷപ്പെട്ടില്ല. നമ്മുടെ ഭാഗത്ത് നിന്നപ്പോൾ 5 കൊല്ലം ഒരു വകുപ്പ് ഭരിച്ച പാർട്ടിയാണ്. പക്ഷെ അതിന് ബലി കൊടുക്കേണ്ടി വന്ന നിയമത്തെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് 2016 മാർച്ച് മാസം 1-ാം തീയതി അന്ന് ശ്രീ സുരേന്ദ്രൻപിള്ള അദ്ദേഹം അന്ന് കേരള കോൺഗ്രസിലാണ്, ഇടതുപക്ഷത്തിന്റെ ഒപ്പമുള്ള കേരള കോൺഗ്രസിലാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളാണ്. എന്നാൾ മാർച്ച് 16-ാം തീയതി UDF സ്ഥാനാർത്ഥിയായിട്ട് വരിക. പിന്നെ ഇങ്ങനെ വോട്ട് കിട്ടും. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു, മാർച്ച് 1-ാം തീയതി എത്തിയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വിഴിഞ്ഞം തുറമുഖം കൊണ്ടത് ഉമ്മൻചാണ്ടി അല്ല അച്യുതാനന്ദനാണ്, ഞാൻ ഉൾപ്പെട്ട സർക്കാരാണ്. 16-ാം തീയതി ആയപ്പോഴേക്കും അധികം പ്ലേറ്റ് മാറ്റി. ഇത്തവണയും മാറ്റാൻ നോക്കി, പക്ഷെ നടന്നില്ല. 2 കൂട്ടർക്കും വേണ്ട. അതുകൊണ്ട് പിന്നെ തിരിച്ചുപോയി. അന്ന് വന്നപ്പോൾ സ്വാഭാവികമാണ് 13,000 വോട്ടേ കിട്ടിയുള്ളൂ. ഞാൻ എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും? ഇയാൾ ഇനി മാറിയെങ്കിലോ? അതിന്റെ പേരിൽ കോൺഗ്രസ് 5 വർഷം കേട്ട പഴിക്ക് കണക്കില്ല. അതുകൊണ്ടാണ് 2016 ഞാനിവിടെ സ്ഥാനാർത്ഥിയിൽ വന്നത്. ഞാൻ ചോദിക്കട്ടെ, അന്ന് സഹായിക്കേണ്ടവർ സഹായിച്ചിരുന്നെങ്കിൽ അന്ന് പെർമനന്റ് ആയിട്ട് അക്കൗണ്ട് പൂട്ടുമായിരുന്നില്ലേ?